ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നാണെങ്കിൽ BR റാങ്ക്ഡ് ഒരു 2 മാച്ചും കൂടി കളിച്ച് കഴിയുമ്പോൾ നമുക്ക് ഹീറോയ്ക്കും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റും പറഞ്ഞ് സ്റ്റാർട്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഞാൻ ആദ്യം ഇറങ്ങിയത് പീക്കായിരുന്നു ഗൈസ്. പക്ഷേ ലാഗ് കാരണം പെട്ടെന്ന് അങ്ങ് ചത്തുപോയി. അതുകൊണ്ട് ഇപ്പോൾ ഫാക്ടറിയിലാണ് വന്നേക്കുന്നത്. പിന്നെ ഫാക്ടറി അല്ല, ക്ലോക്ക് ടവറിൽ വന്ന് ഞാൻ എന്താ പറയുക, ഈ ഒരു റിവൈവൽ പോയിൻ്റ് കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ലൈഫ് ഓൾറെഡി ഒന്ന് പോയി, അതുകൊണ്ട് ഒന്നും കൂടി എടുത്തുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ് ഗൈസ് ഇങ്ങനെ ചെയ്യുന്നത്. അത് എടുത്തു കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമ്മൾ ലൂട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണെങ്കിൽ വീണ്ടും ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ തുടക്കത്തിൽ കിട്ടിയ ഗണ്ണ് എന്താ പറയുക, അത് തന്നെയാണ് കിട്ടിയത്. പീക്കിൽ ഇറങ്ങിയപ്പോൾ ഈ ഒരു ഗണ്ണ് നമുക്ക് കിട്ടിയായിരുന്നു. പക്ഷേ ലാഗ് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ആണെങ്കിൽ കുറച്ചധികം ലെങ്ത് ഉണ്ടാവും. 2 മാച്ച് ഉണ്ട് ഗൈസ് ഈ വീഡിയോയിൽ. 2 മാച്ച് അടിച്ചാൽ മാത്രമേ നമുക്ക് എന്താ പറയുക, ഹീറോയ്ക്കും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അവിടെ വന്ന് നോക്കുമ്പോൾ നമ്മളെ അർസനലുണ്ടല്ലോ, ഇത് നമ്മളെ എന്താ പറയുക, FIFA വേൾഡ് കപ്പ് വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു ഗെയിമിനകത്ത്. അത് അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ നോക്കുമ്പോഴാണെങ്കിൽ ഇവിടെ ഞാൻ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ എവിടെ നിന്നാണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്കാകെ മൊത്തത്തിലൊന്ന് പാനിക്കായി. എവിടെ എനിമീന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴേക്കും നമ്മൾ വീണ്ടും പെട്ടിയായി വീണ്ടും എണീച്ച് വന്നു. ഇപ്പോൾ ലാഗ് ഇല്ലയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാനിവിടെ ഹാങ്കറിൽ വന്ന് ഇറങ്ങുകയാണ് വീണ്ടും. കാരണം ഇവിടെ ആകുമ്പോൾ നമുക്ക് വീണ്ടും ലൈഫ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങുന്നത്. പക്ഷെ ഇറങ്ങിയപ്പോഴേക്കും ഗൈസ് ഒരുത്തൻ അവിടെ ഉണ്ടായിരുന്നു, അവനെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെടുക്കുന്നതിന് മുന്നേ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ലൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് കുറച്ചപ്പുറം ഇറങ്ങിയിട്ട് ഈ ഒരു കണ്ടെയ്നറിൻ്റെ മുകളിൽ ഇറങ്ങിയിട്ട് വേണം എന്താ പറയുക, ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് വരാൻ. അപ്പോൾ ഈ ഒരു ഗണ്ണാണെങ്കിൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഓവർ പവർ ഗണ്ണാണ്. പക്ഷെ ഇതിൻ്റെ പേരും കാര്യങ്ങളും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ഇത് വെച്ച് അടിക്കാൻ നോക്കുമ്പോഴേക്കും അവനെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അവന് അത് ഫിനിഷ് ചെയ്തു. പെട്ടെന്ന് റെഡ് ഡോട്ട് കണ്ടു, അങ്ങ് അടിച്ചിട്ട് 2 അടിക്കാൻ അവൻ വെട്ടിയായി. അവൻ്റെ ലൂട്ട് എടുക്കാൻ വേണ്ടിയാണ് ഗൈസ് ഇപ്പോൾ പോകുന്നത്. അവൻ ഓപ്പണിൽ വന്നപ്പോൾ തന്നെ അടിച്ചിട്ടു. അവനെന്തായാലും റിവൈവ് ആയി വരുന്നുണ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. അവൻ്റെ ബാഗിൽ നിന്നാണ് എനിക്ക് MP5 കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ MP5 എടുത്ത് സൂപ്പർ മെഡിക്കറ്റൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് VSS കണ്ടു, പിന്നെ അതെടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ലോങ് റേഞ്ചിൽ നിന്ന് കളിക്കാം, ഷോർട്ട് റേഞ്ചിൽ നിന്ന് കളിക്കാം, സ്കോപ്പ് ചെയ്തിട്ട് അടിക്കാം. വേറെ ലെവൽ കണ്ടാണ്. ഞാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇവിടെ ക്യാമ്പ് ചെയ്യണോ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ വേണ്ട വിചാരിച്ച്, വെറുതെ ബോറാക്കണ്ടല്ലോ വിചാരിച്ച്. ഒരുപാട് സമയം പോവും, അതാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് നേരെ പറന്ന് എന്താ പറയുക, ഈ ഒരു പാലത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. പാലത്തിൻ്റെ ഇവിടെ നോക്കുമ്പോഴാണെങ്കിൽ അപ്പുറത്തായിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന്മാരുടെ അടുത്തോട്ട് പോകണം. അവിടെ ഒരുത്തൻ ഗ്ലൂ വാളിൻ്റെ കവറിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്കാണെങ്കിൽ നോക്കുമ്പോൾ അവൻ ബാക്ക് വ്യൂ ആണ്. അവനെ അടിച്ചണ നമുക്ക് എളുപ്പമായിരിക്കും. അവനവിടെ കവർത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞ് പോയി അവനെ 2 അടി അടിച്ചപ്പോഴേക്കും അവൻ ചത്തിയില്ല ഗൈസ്. ഞാനാണെങ്കിൽ അവൻ്റെ അടുത്തോട്ട് കയറി ചെല്ലുമ്പോഴേക്കും അവൻ ഗ്ലൂ വാളൊക്കെ ഇട്ട് മൊത്തം കവറെടുത്ത് സെറ്റായി. അവനെ അടിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും എന്താ പറയുക, ഈ ഒരു ഗ്ലൂവാൻ്റെ അവിടെ സ്പേസ് ഉണ്ടായിരുന്നു. ഞാൻ നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു. പക്ഷേ കില്ല് വേറൊരുത്തം കുമ്മി ഗൈസ്. നമ്മളെ കില്ല് അങ്ങനെ സക്സസ്ഫുള്ളി പോയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് ഗൈസ്. മെഡിക്കറ്റ് അടിച്ചിട്ട് നമ്മളെ കില്ല് കുമ്മിയവനെ നമുക്ക് അടിക്കണം. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ലെന്നും പറഞ്ഞ് ഞാൻ ഗ്ലൂ വാളൊക്കെ ഇട്ടൊന്ന് ബാക്ക് വലിഞ്ഞ് നിൽക്കുകയാണ്. അവനവിടെ ഗ്ലൂ വാൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ വേറെ 2 പേര് ഫൈറ്റിലാണ് എന്ന് തോന്നുന്നു. നമുക്കാണെങ്കിൽ ഈ ഒരു ഇൻഹേലറൊക്കെ യൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ വേഗത്തിൽ പോകണം. വേഗത്തിൽ പോയിട്ട് ഈ ഒരു സൈഡിലൂടെ വരാം. സൈഡിലൂടെ വന്നു കഴിഞ്ഞാൽ അവന്മാരെ അടിക്കാൻ എളുപ്പമായിരിക്കും വിചാരിച്ചിട്ടാണ് ഞാൻ സൈഡിലൂടെ വരുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു മലൻ്റെ സൈഡിലൂടെ ആരും കാണാതെ വന്ന് അവന്മാരെ ബാക്കിൽ നിന്ന് അടിക്കാമെന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ ഇവിടെ അവനെ അടിച്ചുകൊണ്ടിരുന്ന എനിമിയൊന്നും കാണുന്നില്ല. നമുക്കെന്തായാലും അവനെ മതിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താ പറയുക, അങ്ങോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് ഞാൻ വുഡ് പെക്കറും കാര്യങ്ങൾ കണ്ടിരുന്നു. പിന്നെ ഞാൻ എടുക്കാമെന്നില്ല. ഈ ഒരു ഗണ്ണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാച്ച് മൊത്തം തീർക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. നമുക്കാണെങ്കിൽ ടോട്ടലി 2 കില്ല് മാത്രമായിട്ടുള്ളൂ. നമ്മൾ വേറെ കില്ലും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ്റെ ഗ്ലൂ വാളിൻ്റെ അവിടെ വന്ന് നോക്കുമ്പോൾ അവനെ കാണുന്നില്ല. അവനെ എവിടെയെന്ന് വിചാരിച്ച് നല്ല രീതിയിൽ പാനിക്കായി. കാരണം ഈ ഒരു കളി മൈനസ് ഇട്ടിക്കഴിഞ്ഞാൽ മൊത്തം പാളിയെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ വെറുതെ നിൽക്കുന്നുണ്ട്. കാരണം അവിടെ ഫ്ലൂട്ടിൻ്റെ സൗണ്ട് കേട്ടിട്ട് എനിക്ക് തന്നെ കൺഫ്യൂഷൻ. അത് എൻ്റെ ഫ്ലൂട്ടിൻ്റെ സൗണ്ടാണോ അതോ അവൻ്റെ ആണോ എന്ന് പറഞ്ഞുകൂടെ. അവൻ്റെ ഗ്ലൂ വാൾ അവിടെ ഉണ്ട്, അവനവിടെ ഇല്ല. ഞാൻ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ച് പേടിച്ച് നിൽക്കായിരുന്നു. ഞാൻ നോക്കുമ്പോൾ എന്താ പറയുക, ഇവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ച്
ക്യാമ്പ് ചെയ്യണമെന്ന് വിചാരിച്ച് ക്യാമ്പ് ചെയ്ത് അവിടെ ഇരുന്ന് അവിടെ വരുന്ന എനിമീസിനെ കടിച്ചിടണമെന്ന് വിചാരിച്ച് ഞാൻ കുതിര കണ്ടോട് പിന്നെ ഞാൻ കുതിരൻ്റെ ബാക്കിലായി. അതെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതെടുത്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ സോണാണ്, നമ്മൾ സോണോട്ട് പെട്ടുപോകും. അപ്പോഴാണ് നോക്കുമ്പോൾ അവിടെ ഒരു എനിമി ഓടുന്നുണ്ടായിരുന്നു. ഞാൻ കുതിരപ്പുറത്തുനിന്ന് പെട്ടെന്ന് ഇറങ്ങി, കാരണം കുതിരയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവൻ അടിക്കാൻ പറ്റത്തില്ല. ഞാൻ വെറുതെ റഷ് ചെയ്യണ ഗ്ലൂ വാളൊന്നും എടുക്കാതെ തന്നെ റഷ് ചെയ്തു. അവൻ അപ്പുറം ഓടുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവൻ നമ്മളടിക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടിയതായിരിക്കും. ഞാൻ അവൻ്റെ ലൂട്ട് ബോക്സ് എടുത്ത് പിന്നെ നമ്മൾ എന്താ പറയുക സോണിലൊക്കെ കയറി നല്ല രീതിയിൽ സെറ്റായി ഇരുന്ന്. അപ്പോഴേക്കും ബാക്കിൽ നിന്ന് അടി കിട്ടി. നമ്മൾ അവനെ അടിക്കാൻ വേണ്ടി പോവുകയാണ്. അവന് എൻ്റെ അതേ ഗ്ലൂ വാൾ തന്നെ കേസ്. ഞാൻ അങ്ങോട്ട് റഷ് ചെയ്തതും അവൻ നമ്മളെ നല്ല രീതിയിൽ ഡാമേജ് ആണ് അടിച്ചിട്ടു. അങ്ങനെ നമ്മൾ അടുത്ത ഒരു മാച്ച് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. നമ്മൾ നേരെ അർസലിൻ്റെ അടുത്താണ് ഇറങ്ങിയത്. ഇത് ഞാൻ കുറച്ചും കൂടി ദൂരെയാണ് ഇറങ്ങിയത്, കാരണം അങ്ങനെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സമയം കിട്ടും, സർവൈവൽ ടൈം കൂടും. സർവൈവൽ ടൈം കൂടിക്കഴിഞ്ഞാലാണ് വീണ്ടും കുറച്ചും കൂടി പ്ലസ് കിട്ടാൻ തോന്നി. അതാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് ലൂട്ട് സെറ്റാക്കിയിട്ട് വേണം പോകാൻ. അങ്ങനെ എനിക്ക് ഇവിടുന്ന് പോകും. ഈ ഒരു സാധനമൊക്കെ കിട്ടി, എന്താ പറയുക, ഒരുപാട് ലൂട്ട് കിട്ടുന്ന ഇതും പിന്നെ പരാഫലും എടുത്ത് ഞാൻ ഇവിടെ നിന്ന് എന്താ പറയുക ഈ സാധനത്തിൽ പേര് ലോഞ്ച് പാഡ് കയറി പോവാണ് ഗൈസ്. ലോഞ്ച് പാഡ് കയറി ഞാൻ ഗ്രേവ് യാർഡിലാണ് പോകുന്നത്. ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഡേഞ്ചറാണ്. ഇവിടെ ആണെങ്കിൽ എനിമീസ് ഇവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ്. ഒരുപാട് എനിമീസ് ഇവിടെ റിവൈവൽ പോയിൻ്റ് അങ്ങോട്ട് വരാറുണ്ട്. ഇവിടെ അധികം ആൾക്കാരില്ല ഗൈസ്. ഇവിടെ കുറച്ചും കൂടി സേഫാന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്ന് റിവൈവൽ പോയിൻ്റ് എടുക്കുന്നത്. ഞാൻ സ്ഥിരം വരുന്ന റിവൈവൽ പോയിൻ്റ് സ്ഥലം ഇവിടെയാണ്. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത് എന്താ പറയുക ഷോർട്ട് റേഞ്ച് ഗണ്ണ് കിട്ടുമെന്ന് തപ്പിപ്പോയി. ഓഗ് മാറ്റി ഞാൻ മാക് 10 ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ ഒരു എന്താ പറയുക സെമിത്തേരിയിൽ നിന്ന് തോന്നുന്നു, ഗ്രേവ് യാർഡിൽ നിന്ന് ശരിക്കുള്ള സംഭവം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്ഥലം അത് തന്നെയാണെന്ന് തോന്നുന്നു. അവിടെയൊക്കെ വന്ന് നോക്കുമ്പോൾ ഇവിടെ നിറച്ച് ലൂട്ടാണ് ഗൈസ്. ഞാൻ ലൂട്ടെല്ലാം കൂടി പെറുക്കി എന്താ പറയുക ഇവിടെ നിന്ന് നൈസിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യണം, എന്നാൽ മാത്രം നമുക്ക് എനിമീസ് അടിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ കളിയിൽ കിട്ടിയ അതേ കണി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് സ്റ്റിൽ 0 കില്ലാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ലോഞ്ച് പാഡ് യൂസ് ചെയ്ത് നമ്മളാണെങ്കിൽ തൊട്ടപ്പുറത്തെ സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ കറക്റ്റ് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ടോ. എനിമീസുള്ള ടൈമാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ വേറെ ലെവലാണ്. ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ കഴിഞ്ഞ കളിയിലാണെങ്കിൽ നമ്മൾ ചുറ്റിക്കൻ്റെ പവറൊന്നും യൂസ് ചെയ്തില്ല. ഇപ്പോഴാണ് എനിക്ക് അത് ഓർമ്മ വന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ടോക്കൺ വേണം. ഈ സ്ഥലത്താണെങ്കിൽ ഒരുപാട് ടോക്കണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ പെറുക്കിയിട്ട് വേണം ഇനി അത് എടുക്കാനായിട്ടെന്ന് പറഞ്ഞ് ടോക്കൺ ഫുള്ളാക്കാൻ വേണ്ടിയാണ് ഗൈസ് ഈ പോകുന്നത്. അങ്ങനെ അവസാനം നമ്മൾ ഇവിടെയുള്ള മൊത്തം ടോക്കൺ എടുത്ത് നമ്മളെ ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്ഗ്രേഡ് ചെയ്ത് ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഇനി മൊത്തം കളിക്കാൻ പോവാണ്. നമുക്കാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് MB40 ഇട്ടിട്ടോ. നമ്മൾ മാറ്റാണ് മാറ്റി MB40 ആക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോഴും സ്റ്റിൽ 2 ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരിടത്ത് ചത്താലും കുഴപ്പമില്ല, വീണ്ടും സർവൈവ് ചെയ്യാനുള്ള സമയം കിട്ടുമല്ലോ. അപ്പോൾ ഇപ്പോഴും 0 കില്ലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ ഇവിടുന്ന് ആ സാധനം ലോഞ്ച് പാഡ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മളപ്പുറം എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പുറം എത്തിയപ്പോൾ നമ്മൾ ഹാങ്കറിലാണ് കൈസ് എത്തിയത്. ഹാങ്കറിൽ നിന്നാണെങ്കിൽ ഇവിടെയും കിടപ്പാണ് കൈസ് ടോക്കൺ. കുറച്ചും കൂടി ടോക്കൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി വേറെ വല്ല ഗണ്ണും എടുക്കുകയാണെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അവിടെ അർസനിലുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ ഫ്രീസും കാര്യങ്ങളുണ്ടായിരുന്നു ഗൈസ്. ഫ്രീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അർസനിൽ പൊട്ടിക്കാം. അർസനിൽ പൊട്ടിച്ചിട്ട് അതിലെന്ത് ലൂട്ടാണുള്ളത് നോക്കാം. നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് MB40 മാറ്റണം എന്നും പറഞ്ഞാണ് ഗൈസ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ അർസനിൽ ഞാൻ ലാസ്റ്റ് അങ്ങ് പൊട്ടിച്ചു. അങ്ങനെ പൊട്ടിച്ച് ഉള്ളിൽ കയറിയപ്പോൾ MB5 ഉണ്ട്. അപ്പോൾ നമുക്ക് MB40 മാറ്റി MB5 ആക്കണം. MB5 ലെവൽ 1 ആണ്, അല്ല 1 ചിപ്പാണ്. കറഞ്ഞൂടെ ഗൈസ് കറക്റ്റ് അതിൻ്റെ പേര്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ടോക്കൺ ആയിട്ടില്ല. അങ്ങനെ വന്ന് നോക്കുമ്പോഴേക്കും മാപ്പിൽ നോക്കിയപ്പോൾ നിറച്ച് എനിമി ഗൈസ്. ഞാൻ നല്ല രീതിയിൽ പാനിക്കായി. നമുക്ക് സർവൈവൽ ടൈം മൊത്തം പോകുമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ തൊട്ടടുത്ത് കണ്ട എനിമിയാണ് ഈ മോൺസ്റ്റർ ട്രക്കിലായിരുന്നു. ഞാൻ അവനെ റഷ് ചെയ്ത് അടിക്കാനൊക്കെ നോക്കി, ചെറുതായിട്ടൊന്ന് പാളി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കളി ഇവിടെ അവസാനിച്ചെന്ന് വിചാരിക്കും. അവൻ റഷ് ചെയ്ത് വന്നത് അവനെ അങ്ങ് അടിച്ചിട്ട് അപ്പോൾ മോൺസ്റ്റർ ട്രക്കിൽ ഇടിച്ചപ്പോഴേ ഞാൻ കരുതി, ഞാൻ വിചാരിച്ചു കളി മൊത്തം അവസാനിച്ച് ഇതോടുകൂടി കഴിഞ്ഞെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഗൈസ്, നമ്മളിപ്പോഴും സേഫ്. അങ്ങനെ ഞാൻ മെഡിക്കറ്റൊക്കെ അടിച്ച് മൊത്തം ഫുള്ളാക്കി വെസ്റ്റൊക്കെ റിപ്പയർ ചെയ്ത് മോൺസ്റ്റർ ട്രക്കിൽ പെട്ടെന്ന് ഇവിടെ നിന്ന് എസ്കേപ്പാണ് ഗൈസ്. ഇവിടെ മൊത്തം എനിമീസാണ്. നമുക്കൊരു കില്ല് കിട്ടിയത് എന്തോ ഭാഗ്യം. എങ്ങനെ സർവൈവ് ചെയ്തിട്ട് ഹീറോയ്ക്ക് എത്തിയാൽ മതിയെന്നൊന്നും പറഞ്ഞ് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ചെയ്യണം. നോക്കുമ്പോൾ നമ്മളാണെങ്കിൽ ഒരു എനിമിൻ്റെ തൊള്ളയെ പോയിട്ട് ചാടി ഓൻ്റെ അടുത്ത് നിന്ന് കുറച്ച് അടി വാങ്ങിയിട്ട് നമ്മൾ അവിടുന്ന്
പെട്ടെന്നൊന്ന് കവർ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ അടുക്ക് അവൻ നമ്മളെ മോൺസ്റ്ററൊക്കെ അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ സൈഡിലോട്ട് വന്ന് നോക്കുമ്പോൾ അവന് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവനെ ഈ ലോങ് റേഞ്ചിൽ നിന്ന് തന്നെ അടിച്ചിടണം. അവനാണ് ഈ ഗ്ലൂ എടുത്ത് കവറൊക്കെ എടുത്ത് നിൽക്കുകയാണ്. ഒരു 67 ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒന്ന് സൈഡായി. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു കവറുണ്ട്. നമുക്ക് തന്നെയാണ് ഇവിടെ ഒന്നും പറഞ്ഞ് ഞാൻ എന്താ പറയുക ഗ്ലൂ വാൾ പൊട്ടുന്ന സാധനമൊക്കെ എടുത്ത് ലാസ്റ്റ് എനിക്ക് തന്നെ അത് പ്രശ്നമായി. അങ്ങനെ ഞാൻ അതിൻ്റെ മുകളിൽ കയറി നോക്കുന്നതാണ് ഗൈസ്. അവന് എവിടെയാണെങ്കിൽ നമുക്ക് അടിക്കണം. ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ഗ്രനേഡൊന്നും ഇല്ല, അതിന് പകരം ഈ സാധനമാണുള്ളത്, മൈനാണുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കാര്യമില്ല എന്ന് മനസ്സിലായി. അങ്ങനെ അവനുള്ള ആ മരത്തിൻ്റെ അവിടെ കിട്ടും. ഗ്ലൂ വാളിൻ്റെ അവിടെ കിട്ടിയിട്ട് കാര്യമില്ല ഗൈസ്. അവൻ ആ ഗ്ലൂ വാളിൻ്റെ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. നോക്കുമ്പോൾ അവൻ തീരെ കൊള്ളുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് അടിക്കാൻ നോക്കിയപ്പോഴേക്കും അവൻ എന്നെ ഒറ്റ അടിക്കാൻ അടിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ സ്കാറാണ് ഗൈസ് അവൻ്റെ കയ്യിൽ. സ്കാർ വെച്ചിട്ട് എങ്ങനെ അങ്ങനെ അടിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അറിയുന്നവന്മാർ കമൻറ്റ് ചെയ്യുക. കുറേ ഹെഡ് ഷോട്ടാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അത്രയും ഡാമേജ് ഉണ്ട് ഗൈസ്. സ്കാറിന് അത്ര ഡാമേജ് ഇല്ലയെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ചിപ്പ് എല്ലാം വെച്ച് കൂട്ടി കാണും. ഞാൻ ഇതുവരെ അങ്ങനെ സ്കാർ യൂസ് ചെയ്തിട്ടില്ല. സ്കാറിന് ഒട്ടുക്കത്തെ സൗണ്ടായിട്ട് ഞാൻ യൂസ് ചെയ്യാത്ത, സൗണ്ട് കുറവാണെങ്കിൽ യൂസ് ചെയ്യുക, പിന്നെ നോക്കാം. അങ്ങനെ ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോഴേക്കും ഇവിടെ മൊത്തം എനിമീസ് ആയിരുന്നു. ഒരുത്തനെ കണ്ട് എന്താ പറയുക ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ ഇട്ട് റഷ് ചെയ്ത് കയറി അവനെ അടിച്ചിട്ട് ഒരു കില്ലും കൂടി കിട്ടി. 2 കില്ലും കാര്യങ്ങളൊക്കെ ആയി. അപ്പോഴേക്കും വീണ്ടും ചത്ത് ഗൈസ്. ഇനിയിപ്പോൾ അവിടെ ഇറങ്ങണ്ടെന്നും പറഞ്ഞ് ഞാൻ ഇതിൻ്റെ മുകളിലാണ് ഇറങ്ങിയേക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഞാനാണ് ഗൈസ് ആദ്യം ഇറങ്ങിയെന്ന് തോന്നുന്നു. ഇവിടെ വേറെ ഡെഡ് ബോഡിയൊന്നും കാണുന്നില്ല. അടിയിലാണെങ്കിൽ ഒരുത്തൻ അവിടെ ഓടി കളിക്കുന്നുണ്ട്. ഇവിടെ മൊത്തം ഫയർ ചെയ്യുന്ന സൗണ്ടൊക്കെ ഉണ്ട് ഗൈസ്. അടിയിൽ എനിമി ഉണ്ടായതുകൊണ്ടായിരിക്കും. ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഗൈസ് എനിമി, പുറത്തൊന്നുമല്ല. അങ്ങനെ നോക്കിയപ്പോഴേക്കും ഇവിടെ വേറൊരു എനിമി നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഉറപ്പായി. അപ്പോൾ ആ പൂച്ചാണ്ടീൻ്റെ പവറിട്ട് പിന്നെ കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ തരാൻ പറ്റിയായിരുന്നു. ഒരു ഷീൽഡ് പോയിൻ്റ് ഉണ്ടായതുകൊണ്ട് അത്ര പ്രശ്നമില്ല ഗൈസ്. ആ ഒരു നീല കളർ സാധനം കണ്ടില്ല. അതന്നെ ഇവിടുത്തെ ചെറുതായിട്ടും ലാഗും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അടിയിലാണെങ്കിൽ 2 ഒടുക്കത്തെ ഫൈറ്റാന്ന് തോന്നുന്നു. അവിടെ മൊത്തം ഫയർ ചെയ്യുന്ന സൗണ്ടും ഒരു ആരോ മാർക്കും കാര്യങ്ങളും കാണിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്ത് ഞാൻ അറിയാണ്ട് ആ ഓടുന്ന ബട്ടണും നെക്കി ഞാൻ ഓപ്പണിൽ തന്നെ ഫുൾ കോൺഫിഡൻസിൽ മെഡിക്കറ്റ് അടിക്കുകയാണ്. ആരും വരുന്നതെന്ന് വിശ്വസിച്ച് അപ്പോഴേക്കും ഒരുത്തെ ഇറങ്ങുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് ലോങ്ങൊന്നും അടി കിട്ടി. നമ്മളൊന്ന് നോക്കുമ്പോൾ ലോങ് റേഞ്ച് കണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്നൊന്ന് മാറി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മളെ ക്യാരക്ടർ സ്കില്ലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഈ ഒരു ട്രക്ക് ഇതിൻ്റെ ഇപ്പുറം വന്ന് നല്ല രീതിയിൽ ഹീൽ ചെയ്യാൻ നോക്കണം. അതിൻ്റെ അടുത്ത് വീണ്ടും ആ പൂച്ചാണ്. എനിക്ക് ഈ പൂച്ചാണ് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് ആ ക്യാരക്ടറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അതായത് എനിമീസ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് ആ ക്യാരക്ടർ? നമുക്ക് നല്ല രീതിയിൽ ദോഷമാണോ അതോ ഒരു ഓവർ പവർഡ് ക്യാരക്ടറല്ലേ? നമുക്കും അതൊരു ദോഷമാണ് ഗൈസ് യൂസ് ചെയ്യുമ്പോൾ. നമുക്ക് എന്താ പറയുക ഗ്ലൂ വാൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം, നമുക്കും ഗ്ലൂ വാൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഈ ഒരു വീട്ടിൽ അങ്ങ് കയറി എന്താ പറയുക ഇവിടെ മൊത്തത്തിലൊന്ന് ഹൈഡ് ചെയ്യാൻ പോവാണ്. ഇനി ഇവിടെയാണ് മൊത്തം പരിപാടി എന്ന് പറഞ്ഞ് ഇവിടെ മൊത്തം ഗ്ലൂ വാളൊക്കെ ഇട്ട് ഒരുപാട് സമയം ഇവിടെ പോയി. അലൈവൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കറക്റ്റ് 5 അലൈവ് ആയിട്ടുണ്ട്. 5 അലൈവ് ആയി. നമ്മളും കൂട്ടി 5 4 എനിമീസ് മാത്രമേ ബാക്കിയുള്ളൂ പറഞ്ഞ് ഇവിടെ കറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് സോണി നമ്മൾ എടുത്തോട്ടെത്തി പെട്ടെന്ന് ഞാൻ അത് പൊട്ടിക്കുകയാണ്. പൊട്ടിച്ചിട്ട് പെട്ടെന്ന് ചാടണം. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇവിടെ 2 ആക്കി അതൊക്കെ എപ്പോഴെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ആമോയും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് മെഡിക്കറ്റ് അടിക്കാൻ സമയമില്ലാന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഇവിടുന്ന് മെഡിക്കറ്റ് അടിക്കുമ്പോഴേക്കും സോൺ വീണ്ടും നമ്മളെ മൂടി. ഇനി ഞാൻ വീണ്ടും വന്ന് മെഡിക്കറ്റ് അടിക്കുകയാണ്. അപ്പോഴേക്കും സോൺ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സോണൊന്ന് തൊട്ടിരുന്നെങ്കിൽ ചത്തുപോയാനെ. ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് വന്ന് മെഡിക്കറ്റ് അടിക്കാൻ നോക്കുക. അതാകുമ്പോൾ സോൺ വരാൻ കുറച്ചുകൂടി സമയം എടുക്കുമല്ലോ. അങ്ങനെ മെഡിക്കറ്റൊക്കെ അടിച്ച് ഇൻഹേലറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്യുന്നുണ്ട്. മെഡിക്കറ്റ് വീണ്ടും അടിക്കുകയാണ്. ആ ഒരു എൽ ഷേപ്പ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലാട്ടോ എനിമിയുള്ള. അപ്പോൾ അവനെയാണ് നമുക്ക് ഈ ഗണ്ണ് യൂസ് ചെയ്തിട്ട് അടിക്കാനും പറ്റത്തില്ല. എടുത്താണ് ഒരുത്തൻ ഇറങ്ങുന്നുണ്ടായിരുന്നു. നമുക്കിപ്പോൾ 2 കില്ലല്ലോ. നമ്മൾ അവനെ ഹെഡ്ഷോട്ട് അടിച്ച് 3 കില്ലാക്കി. മറ്റവന് ഡാമേജ് കൊടുത്തു, പക്ഷേ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. അവനെ ആ റൂഫിൻ്റെ മുകളിലുള്ളവൻ അടിച്ചു, റൂഫിൻ്റെ എൽ ഷേപ്പിൻ്റെ മുകളിലുള്ളവൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ ലൂട്ട് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. അവൻ്റെ ലൂട്ടിൽ നിന്നാണെങ്കിൽ ഒരുപാട് ഗണ്ണ് കിട്ടി. ലോങ് റേഞ്ച് ഗണ്ണുണ്ടായിരുന്നു ഗൈസ്, അത് എടുത്താൽ മതിയായിരുന്നു. ഞാനത് എടുത്തില്ല ഗൈസ്. ഞാൻ നേരത്തെ കഴപ്പ് കാണിച്ചു. ഇനി ആകെ 3 കില്ലും 3 അലൈവാണുള്ളത്. അതിലൊരാൾ നമ്മൾ. ഇനി ബാക്കി 2 എനിമീസ് മാത്രമേ ഉള്ളൂ. ഒരുത്തനാണ് അവിടെയാണ്. അവൻ്റെ അടുത്തോട്ട് ഞാൻ റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുക്ക് അവൻ നമ്മളെ അങ്ങോട്ട് പെട്ടിയാക്കി. എന്നാലും കുഴപ്പമില്ല, ഹീറോയ്ക്ക് അടിക്കാൻ പറ്റില്ലോ എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ 33+ ഉണ്ട്. അല്ലെങ്കിൽ ഹീറോയ്ക്കായി മാറ്റി നോക്കുമ്പോൾ ഗൈസ് നമ്മൾ ഹീറോയ്ക്കിലോട്ട് കടന്നിരിക്കുകയാണ്.
ഇനി ഹീറോയ്ക്ക് ലോബിയിലുള്ള ഗെയിം പ്ലേ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മൾ ഉറപ്പായിട്ടും കളിക്കുന്നതായിരിക്കും. അതിന് ഹീറോയ്ക്കിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് ഹീറോയ്ക്ക് എംബ്ലം കിട്ടും. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഹീറോയ്ക്ക് എംബ്ലം. അങ്ങനെ ഇതാണ് ഗൈസ് നമുക്ക് കിട്ടിയ ബണ്ടിലല്ല ഈ ഒരു ടീഷർട്ട് ഹീറോയ്ക്ക് അടിക്കുമ്പോൾ കരനെ തരുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഇമോട്ട് കൂടി കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഇമോട്ട് കൂടി നമുക്ക് എക്വിപ്പ് ചെയ്യണം. അങ്ങനെ ഞാൻ ഇമോട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ.